ഹബീബി നമ്മളടുത്ത് ഇന്റർനാഷണൽ ട്രിപ്പ് വർക്ക് കഴിഞ്ഞ് നേരെ പാനി എയർപോർട്ടിക്ക്. നാട്ടില് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പിടിക്കാൻ ഓടുന്ന പോലെ നമ്മൾ ഫ്ലൈറ്റ് പിടിക്കാൻ ഓടുന്നത്. നമ്മൾ ഒരുവിധം ട്രിപ്പ് ഒക്കെ ഇങ്ങനെ കേട്ടോ, ഇത്തിരി ക്യാപ്പ് കിട്ടി അപ്പൊ ഓടും. നമ്മള് ഒന്നും പേക്കാക്കാൻ സമയമില്ലാത്തോണ്ട് കാക്കാര് ചന്തയിൽ പോകണമെങ്കിൽ സെഞ്ചും പിടിച്ചിട്ട് നമ്മൾ നടക്കുന്നത്. ട്രിപ്പിന്റെ കാര്യത്തിൽ ബീവി ഞാൻ ഒറ്റ മൈൻഡാണ്, പോവില്ലെന്ന് ചോദിക്കുന്നതിന് മുന്നേ പെട്ടിട്ട് ഇറങ്ങോളൂ. പോണത് നമ്മൾ സ്വന്തം വിസേറിലാണ്. പിന്നെ ഈ ട്രിപ്പ് പോകാൻ ഒരു കാരണമുണ്ട്, എന്റെ ബീവിന്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു ആണ്. അങ്ങനെ ഒരു ബർത്ത്ഡേ ട്രിപ്പ് പോവാണ്. ഏറിയൊക്കെ അങ്ങാടിക്ക് ഇറങ്ങിയ പോലെയാണ് എല്ലാ മൈൻഡുണ്ടായില്ല. ഇത് നമ്മളെ സ്വന്തം ആളാണ്, അജ്മീർ ഫ്രം കൊല്ലം. കൊല്ലക്കാരൻ നമ്പാൻ പാടില്ല പണ്ടാലോ പറയുന്നത്, പക്ഷെ ഇവിടെ അതിന്റെ ആളല്ല. നമ്മളൊന്ന് കാര്യമായിട്ട് പരിഗണിക്കാൻ പറഞ്ഞാണ്. പ്രശ്നം എന്താ വെച്ചാൽ ഫ്ലൈറ്റ് കയറി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊക്കിനും എയർ ഹോസ്റ്റസ് ബീവി കയറി മെയിൻ ആവും. പുറത്തുനിന്ന് കണ്ട കച്ചറ വർത്താനം പറയുന്നോളാം. ഫ്ലൈറ്റ് കയറിയപ്പോ സാഹിബിന്റെ കുട്ടിയായോളൂ. അങ്ങനെ നമ്മൾ പണി സാധനങ്ങൾ എടുത്തു, ഒരു തലക്കുന്ന തീറ്റ തുടങ്ങി. അതിന്റെ അടുത്ത് ഓൾ എന്തൊക്കെ കാട്ടുന്നുണ്ട്, നമ്മളവിടെ ഇരുന്ന് ചിരിപ്പിക്കണുണ്ട്. ഓളിന് മേലൊക്കെ നമ്മളുടെ ഫ്ലൈറ്റ് കയറില്ല. അങ്ങനെ നമ്മൾ അടുത്ത പണി സാധനം എടുത്തു. ഇടയ്ക്കിടയ്ക്ക് എന്തേലും കയറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവില്ല. ഏത് അതന്നെ നമ്മളെ എന്റർടൈൻമെന്റ് വരുന്നുണ്ട്. ഓൾക്ക് എന്തെങ്കിലും പണി കൊടുക്കലാണ് നമ്മളെ മെയിൻ പരിപാടി. അതുകൊണ്ട് 4 മണിക്കൂർ നമുക്ക് പോയത് അറിഞ്ഞില്ല. അങ്ങനെ നമ്മളെ സ്ഥലത്താനായപ്പോ തന്നെ നമുക്ക് കിട്ടിലും വ്യൂ കിട്ടി. അങ്ങനെ നമ്മൾ ലാൻഡ് ആവാനായപ്പോ ക്യാപ്റ്റന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത ഒരു സർപ്രൈസ് ബർത്ത്ഡേ വിഷ് കൊടുത്തു. Ladies and gentlemen, this is your captain speaking. We have a special announcement today. One of our own, Aisha, is celebrating her birthday on board with us. Aisha is turning 22 today. Let's all wish her a very happy birthday. Happy birthday, Aisha, and thank you for flying with us. നമ്മൾ പുലർച്ചെ ലാൻഡ് ചെയ്യുന്നോണ്ട് തന്നെ നല്ല വർണ്ണശബളമായ കാഴ്ചയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ നമ്മളെ കുട്ടിന്റെ അടുത്ത് രാത്രിയും പറഞ്ഞ് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി. ഇപ്രാവശ്യം നമ്മളെ ടൂർ ഗൈഡ് ഇതാണ്, എല്ലാ പരിപാടിയും പ്ലാൻ ചെയ്തിരിക്കണോളാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കലാണ് എന്റെ പണി. അപ്പൊ മക്കളെ നമ്മൾ ഇപ്രാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പോണത് തുർക്കിയാണ്. ഒന്നും നോക്കണ്ട, ഒരു ലൈക്ക് അടിച്ച് കൂടെ കൂടിക്കോളി, നമുക്കൊന്ന് തുർക്കി എക്സ്പ്ലോർ ചെയ്ത് തരാം. ഫോളോ ചെയ്ത് നാളെ കാണാം. മാസലമ.